ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് KSRTCയുമായി ബന്ധപ്പെട്ടതാണ്. KSRTCയിലെ ഒരു റിസർവ് കണ്ടക്ടർ, അദ്ദേഹം റെഗുലർ എംപ്ലോയി അല്ല, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ സസ്പെൻഷൻ കാലയളവിലുള്ള അദ്ദേഹത്തിന് കിട്ടേണ്ട അലവൻസുകളെ കുറിച്ചുണ്ടായ ഒരു ഡിസ്പ്യൂട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് ഒരു റെഗുലർ എംപ്ലോയി അല്ലെങ്കിൽ അദ്ദേഹം KSRന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഇത് ഹൈക്കോടതിയിൽ വന്ന ഒരു റിട്ട് അപ്പീലാണ്. ഇദ്ദേഹം ഓൾറെഡി ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം റിട്ട് അപ്പീൽ പോകുന്നത്. ഇദ്ദേഹം ഒരു കണ്ടക്ടറാണ് ഇൻ KSRTC. അദ്ദേഹം ഒരു റെഗുലർ എംപ്ലോയി അല്ല. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഈ KSRTCയിലെ ചെക്കേഴ്സ് കയറിയിട്ട് ബസ് പരിശോധിച്ച സമയത്ത് അതിൻ്റെ അകത്ത് ഒരാൾ ടിക്കറ്റ് ഇല്ലാതിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 17/4/2019 അദ്ദേഹം ഒരു റെഗുലർ എംപ്ലോയി അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം സർവീസിൽ കയറിയിരിക്കുന്നത് അദ്ദേഹം 22/12/2018 അദ്ദേഹം 17/4 ആയപ്പോഴത്തേക്ക് അദ്ദേഹം സസ്പെൻഷനിലായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ 19/8/2019 അദ്ദേഹത്തിനെ തിരിച്ചെടുത്തു സർവീസിലത്തേക്ക്. ഇവിടെ അദ്ദേഹത്തിന്റെ ഗ്രീവൻസ് എന്തെന്ന് വെച്ചാൽ നോൺ പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ. അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് ഈ സസ്പെൻഷൻ പീരീഡിൽ കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ KSRTC തയ്യാറല്ല. KSRTC പറഞ്ഞ ഒബ്ജക്ഷൻ എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു റെഗുലർ എംപ്ലോയി അല്ല, അതുകൊണ്ട് KSRലെ റൂൾ 55 ഇദ്ദേഹത്തിന് ആപ്ലിക്കബിൾ അല്ല. റെഗുലർ എംപ്ലോയി അല്ലാത്ത ഒരാൾക്ക് ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് KSR പ്രകാരം സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടണമെന്ന് അദ്ദേഹം ആർഗ്യുമെന്റ് നടത്തുന്നത് അത് അൺടെനബിൾ ആണ്, അദ്ദേഹത്തിന് കിട്ടാൻ യാതൊരു വകുപ്പുമില്ല എന്നാണ് KSRTC പറയുന്ന ഒബ്ജക്ഷൻ. ഈ കാരണം കൊണ്ടാണ് ഇതിൽ KSRTCയുടെ വാദം മുഖവിലേക്ക് എടുത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ റിട്ട് അദ്ദേഹം ഫയൽ ചെയ്തത്, ആപ്ലിക്കന്റ് ആയിട്ട് പെറ്റീഷണറായിട്ടുള്ള റിസർവ് കണ്ടക്ടർ ഫയൽ ചെയ്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത്. അതിന്മേലാണ് അദ്ദേഹം റിട്ട് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോടതി ഓൾറെഡി വിലയിരുത്തിയത് KSR ആപ്ലിക്കബിൾ അല്ലെന്നാണ്. പക്ഷെ അപ്പീൽ സമയത്ത് കോടതി വിലയിരുത്തിയത് KSR ആപ്ലിക്കബിൾ അല്ലായിരിക്കാം, പക്ഷേ കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 വിൽ ദെൻ ബി ആപ്ലിക്കബിൾ. അത് ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 എന്ന് പറഞ്ഞാൽ എനാക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്, സംസ്ഥാന നിയമസഭയാണ്. ടു പ്രൊവൈഡ് ഫോർ പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ടു ദ എംപ്ലോയീസ് ഇൻ സെർട്ടൈൻ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ. ആ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. അതിലെ എംപ്ലോയീസ് ആരൊക്കെയാണെന്ന് അറിയാം, ആരൊക്കെ എംപ്ലോയീസിൽ വരുമെന്ന് അറിയണം, എംപ്ലോയറിൽ ആരൊക്കെ വരുമെന്നും അറിയണം. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സെക്ഷൻ 2 ഡെഫിനിഷൻസിൻ്റെ അകത്താണ് എംപ്ലോയി ആരാണെന്ന് പറയുന്നത്. എംപ്ലോയിക്കകത്ത് വരുന്നതെന്ന് വെച്ചാൽ എനി പേഴ്സൺ എംപ്ലോയിഡ് ഇൻ ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ വർക്ക് ഓഫ് എനി എസ്റ്റാബ്ലിഷ്മെന്റ് ടു ഡു സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് ഓർ മാനുവൽ, സൂപ്പർവൈസറി, ടെക്നിക്കൽ, ക്ലറിക്കൽ ഓർ എനി അതർ കൈൻഡ് ഓഫ് വർക്ക് ഫോർ ഹയർ ഓർ റിവാർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരും. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട് എനി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്കിൽഡ് വരും, സെമി സ്കിൽഡ് വരും, അൺസ്കിൽഡ് വരും, മാനുവൽ വരും, സൂപ്പർവൈസറി വരും, ടെക്നിക്കൽ വരും, ക്ലറിക്കൽ വരും, എനി അതർ കൈൻഡ് ഓഫ് വർക്ക് ഫോർ ഹയർ ഓർ റിവാർഡും വരും. അത് ആ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, അതായത് വാക്കാലുള്ളതാവാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് അഗ്രിമെന്റ് ഉള്ളതും ആവാം. പക്ഷേ ആരൊക്കെ വരില്ല? ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ പേഴ്സൺസ് ഹു ഈസ് എംപ്ലോയിഡ് മെയിൻലി ഇൻ മാനേജീരിയൽ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഓർ ആസ് ആൻ ഔട്ട് വർക്കർ. അപ്പം മാനേജീരിയൽ പോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഇരിക്കുന്ന ഒരു ഔട്ട് വർക്കേഴ്സ് വരത്തില്ല. പിന്നെ അടുത്തത് എ പേഴ്സൺ ടു ഹൂം എനി ആർട്ടിക്കിൾസ് ഓർ മെറ്റീരിയൽസ് ആർ ഗിവൺ ഔട്ട് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയർ ടു ബി ക്ലീൻഡ്, വാഷ്ഡ്, ആൾട്ടേർഡ്, ഓർണമെന്റഡ് ഓർ റിപ്പയർഡ് ബൈ സച്ച് ഔട്ട് വർക്കർ ഇൻ എനി പ്ലേസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ എംപ്ലോയർ. അപ്പൊ ഇത്രയും ആൾക്കാർ ഇതിൽ വരത്തില്ല. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എംപ്ലോയി ആണോ അല്ലേ എന്നുള്ളതാണ്. അദ്ദേഹം എംപ്ലോയി ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാനേജീരിയൽ വർക്കോ അങ്ങനെയുള്ള ആളോ അല്ല. ഇദ്ദേഹം ഒരു ഈ പറയുന്ന ഇതിലെ എംപ്ലോയി എന്ന് പറയുന്ന വാക്കിൽ വരുന്ന ഒരാളാണെന്ന് കോടതി വിലയിരുത്തി. അടുത്തെന്ന് വെച്ചാൽ എംപ്ലോയർ ആരാണെന്നാണ്. അതും ഡെഫിനിഷൻ 2B പറയുന്നത്. എംപ്ലോയർ മീൻസ് ദ ഓണർ ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ റീസണബിൾ ടു ദ ഓണർ ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇതാണ് എംപ്ലോയർ എന്ന് അറിയപ്പെടുന്നത്. ഓണർ ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതിന്റെ അകത്ത് ആരൊക്കെ വരും എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ റെസ്പോൺസിബിൾ ടു ദ ഓണർ. ഓണർ മാത്രമല്ല, റെസ്പോൺസിബിൾ ടു ദ ഓണറും വരും ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. അവിടെ അപ്പം നമുക്ക് അടുത്ത നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്തെന്ന് നോക്കണം. അത് 2C എസ്റ്റാബ്ലിഷ്മെന്റ് പറയുന്നത് മീൻസ് എനി പ്ലേസ് വെയർ എനി ഇൻഡസ്ട്രി, ട്രേഡ്, ബിസിനസ്, അണ്ടർടേക്കിംഗ്സ്, മാനുഫാക്ചർ, occupation or service is carried on but does not include any office or department of any government or any establishment of any railway, major port, mine or oil field. അപ്പോൾ ഇവിടെ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അകത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്
ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനി ഗവൺമെന്റ് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റിൽ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ KSRTC എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരും ഇല്ലേ. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്മെന്റ് വരാത്തതുകൊണ്ട് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവത്തില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ ആ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും കോടതി വിലയിരുത്തി എങ്ങനെയാണ്, The respondent KSRTC is an independent statutory corporation established in terms of provisions contained in the Road Transport Corporations Act enacted by the Parliament. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ് KSRTC എന്ന് പറയുന്നത്. ഹെൻസ് ദ റെസ്പോണ്ടന്റ് കോർപ്പറേഷൻ കനോട്ട് ബി സെഡ് ടു ബി ആൻ ഓഫീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനി ഗവൺമെന്റ് ഇൻക്ലൂഡിംഗ് ദ ഗവൺമെന്റ് ഓഫ് കേരള. അതുകൊണ്ട് ഇതൊരു ഗവൺമെന്റ് ഓഫ് കേരള അല്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, അല്ലെങ്കിൽ ഓഫീസ് അല്ല ഗവൺമെന്റ് ഓഫ് കേരളയുടെ. അപ്പോൾ ഇത് KSRTC എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരള അല്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. അതുപോലെ വിലയിരുത്തിയെന്ന് വെച്ചാൽ KSRTC കനോട്ട് ബി സെഡ് ടു ബി ഇൻ റിലേഷൻ ടു എനി റെയിൽവേ, പോർട്ട്, മേജർ പോർട്ട്, മൈൻ ഓർ ഓയിൽ ഫീൽഡ്. ഇതിലൊന്നും KSRTC വരത്തുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന 2C എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അകത്ത് KSRTC വരും എന്നാണ് കോടതി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആക്ട്, കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 എന്ന് പറയുന്നത് KSRTCയിലെ റെഗുലർ അല്ലാത്ത എംപ്ലോയീസിന് ആപ്ലിക്കബിൾ ആണ് എന്ന് കോടതി വിലയിരുത്തി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആക്ട് വിലയിരുത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആക്ടിനകത്ത് എങ്ങനെയാണ് ഇവർക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടണമെന്ന് അറിയണ്ടേ. ഈ പറയുന്ന ആക്ട് കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 റൂൾ സെക്ഷൻ 3 പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസിനകത്ത് പറയുന്നുണ്ട്, ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ സസ്പെൻഷനിലായാൽ എംപ്ലോയർ പേ ചെയ്യണം. എപ്പോഴെന്ന് വെച്ചാൽ ദ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ഹി ഈസ് അണ്ടർ സസ്പെൻഷൻ, ആ സസ്പെൻഷനിലായ പീരീഡിൽ സബ്സിസ്റ്റൻസ് അലവൻസ് ഓഫ് ആൻ എമൗണ്ട് ഈക്വൽ ടു 50% ഓഫ് ദ വേജസ് വിച്ച് ദ എംപ്ലോയി വാസ് ഡ്രോയിങ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ സച്ച് സസ്പെൻഷൻ. അതായത് സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ 50% ആയിരിക്കണം, 50%. അതായത് അവസാനം വാങ്ങിച്ച, അയാൾ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിച്ച ശമ്പളത്തിന്റെ 50% ആയിരിക്കണം സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത്. അടുത്തത് 90 ദിവസം സസ്പെൻഷൻ കഴിഞ്ഞാൽ, 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 75% ആയിരിക്കണം. വേജിന്റെ ലാസ്റ്റ് വാങ്ങിച്ച വേജിന്റെ 75% ആയിരിക്കണം. അത് 180 ദിവസം കഴിഞ്ഞാൽ, ആ സസ്പെൻഷൻ 180 ദിവസം കഴിഞ്ഞാൽ ഫോർ ദ പീരീഡ് എക്സീഡിംഗ് 180 ഡേയ്സ് ബി ഈക്വൽ ടു ബി വേജസിന്റെ ഈക്വൽ ആയിരിക്കണം. വിച്ച് ദ എംപ്ലോയി വാസ് ഡ്രോയിങ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ സച്ച് സസ്പെൻഷൻ. സസ്പെൻഷന് മുമ്പ് വാങ്ങിച്ചിരിക്കുന്ന ആ വേജസിന്റെ ഈക്വൽ ആയിരിക്കണം, ഈക്വൽ എമൗണ്ട് ആയിരിക്കണം 150 ദിവസം കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. ആദ്യം സസ്പെൻഷൻ കഴിഞ്ഞാൽ 50% ഈക്വൽ ടു 50% ലാസ്റ്റ് വാങ്ങിച്ച സാലറിയുടെ, 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 75%, 150 ദിവസം കഴിഞ്ഞാൽ ഈക്വൽ വേജ് ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇവർ ഈ പറയുന്ന സബ്സിസ്റ്റൻസ് അലവൻസ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടത്തില്ല. അതായത് 2 സമയത്ത് ഈ സബ്സിസ്റ്റൻസ് അലവൻസ് വാങ്ങിക്കാൻ പറ്റത്തില്ല. പറഞ്ഞിട്ടുള്ള പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ആൻ എംപ്ലോയി ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി സബ്സിസ്റ്റൻസ് അലവൻസ് ഇഫ് ഹി അക്സെപ്റ്റ്സ് എംപ്ലോയ്മെന്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ ഇൻ എനി എസ്റ്റാബ്ലിഷ്മെന്റ് അതർ ദാൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് വെയർ ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഹിസ് സസ്പെൻഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സസ്പെൻഷൻ സമയത്ത് അവർ വേറൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു ജോലി വാങ്ങിച്ചാൽ അവർക്ക് ഈ സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടത്തില്ല. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ആൻ എംപ്ലോയി ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി സബ്സിസ്റ്റൻസ് അലവൻസ് ഇഫ് ഹി അക്സെപ്റ്റ്സ് എംപ്ലോയ്മെന്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ ഇൻ എനി എസ്റ്റാബ്ലിഷ്മെന്റ് അതർ ദാൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് വെർ ഹി ഹാഡ് ബീൻ വർക്കിംഗ്. അതായത് അവർ വർക്ക് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലാതെ മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ പോയിട്ട് ഒരു ജോലി വാങ്ങിക്കുകയാണെങ്കിൽ ഈ സസ്പെൻഷൻ സമയത്ത് അവർക്ക് ഈ സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടത്തില്ല എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സസ്പെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹി ഈസ് ലൈബിൾ ടു റീഫണ്ട് ഓർ ഫോർഫിറ്റ് എനി പാർട്ട് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ്. അദ്ദേഹം സബ്സിസ്റ്റൻസ് അലവൻസ് ചിലപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങൾ തിരികെ കൊടുക്കേണ്ടിയൊക്കെ വരും. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ദ സബ്സിസ്റ്റൻസ് അലവൻസ് പെയ്ഡ് ടു ഹിം ഫോർ എനി പീരീഡ് ഷാൽ ബി അഡ്ജസ്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഫുൾ വേജസ് അഡ്മിസിബിൾ ടു ഹിം ഫോർ ദ സെയിം പീരീഡ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ടോ ഭാഗികമായിട്ടോ ആ കൊടുത്ത അലവൻസ് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ വന്ന വിധി എന്ന് പറഞ്ഞാൽ KSRലെ പാർട്ട് 1 റൂൾ 55 ആപ്ലിക്കബിൾ അല്ലെങ്കിലും ഈ കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 സെക്ഷൻ 3 ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണമെന്നുള്ള വിധിയാണ് ഈ പറയുന്ന റിട്ട് അപ്പീലിനകത്ത് നിന്ന് വന്നത്. അദ്ദേഹത്തിന് 6 ആഴ്ച സമയത്തിനുള്ളിൽ തന്നെ ഈ അലവൻസ് കൊടുക്കാനായിട്ടും കോടതി ഉത്തരവായി. വി റെക്കോർഡ് ദ എബോവ് അണ്ടർടേക്കിംഗ്സ് മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ റെസ്പോണ്ടൻസ്. അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് ഓർഡേഡ് ദാറ്റ് ദ സബ്സിസ്റ്റൻസ് അലവൻസ് ഡ്യൂ ടു ദ അപ്പലന്റ് ഫോർ ദ പീരീഡ് from the date of suspension up to his date of reinstatement shall be paid by the competent official among the respondents in terms of section 3 of the Kerala Payment of Subsistence Allowance Act 1972 within 6 weeks from the date of receipt of the certified copy of this judgment കൊടുക്കാനായിട്ട് വിധിയായി. ഇതാണ് നമ്മൾ
ഈ ഒരു കേസിൻ്റെ വിധി എന്ന് പറയുന്നത്. ഈ കേസിൻ്റെ വിധി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ KSRTCയിലെ ഒരു റെഗുലർ അല്ലാത്ത ഒരു എംപ്ലോയി എന്തെങ്കിലും രീതിയിൽ സസ്പെൻഷനിലായാൽ അവർക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടാനായിട്ട് അവർക്ക് പറ്റും. അത് ഈ കേരള സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് പ്രകാരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എനി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ഇതിൽ KSRTC വരത്തില്ല. KSRTC എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതല്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓഫീസോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ആക്ട് പ്രകാരം അവർക്ക് അലവൻസ് കിട്ടാനായിട്ട് അവർക്ക് യോഗ്യതയുണ്ട്. അഥവാ അവർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസിഷൻ വെച്ച് ഇനി അവർക്ക് ക്ലെയിം ചെയ്യാനും പറ്റും. ഇതാണ് ഈ ആക്ട്. ഞാനിത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പലർക്കും ഇത് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ കിട്ടുന്ന അവർ പറയും നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരില്ലാതെ എന്നും പറഞ്ഞ് പോവും. അവർക്ക് ഒരു പൈസയോ ഒന്നും തന്നെ കിട്ടത്തില്ല. അവർ വീണ്ടും അവർ തിരിച്ചെടുക്കുമ്പോൾ അവർ ബാക്കി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ആ സമയത്ത് കിട്ടേണ്ട യോഗ്യമായിട്ടുള്ള അവരുടെ പണം അവർക്ക് കിട്ടത്തില്ല. അങ്ങനെ വന്നാൽ അതൊരു ഇൻജസ്റ്റിസ് ആണ്. കാരണം അറിവില്ലായ്മ കൊണ്ട് കിട്ടാതെ പോയാൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇങ്ങനൊരു വീഡിയോ ഇടുമ്പോൾ അവരിത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സസ്പെൻഷനിലാവുന്നവരോ അല്ലെങ്കിൽ KSRTCയിൽ വർക്ക് ചെയ്യുന്നവരോ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്കിത് കിട്ടാനുള്ള യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ അതിനുവേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു ഇൻജസ്റ്റിസ് നമുക്കില്ലാതാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി പുതിയ ഏതെങ്കിലുമൊക്കെ വീഡിയോ വരുമ്പോൾ കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.